ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മളിവിടെ ഒരു RRB NTPC എക്സാമിൻ്റെ ഭാഗമായിട്ട് 1000 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സീരീസ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അത് എല്ലാ സബ്ജക്റ്റിൽ നിന്നും നമ്മളൊരു 1000 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സീരീസ്. അത് കണ്ടിന്യൂസ് ആണ്, ഒറ്റത്തായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ വീഡിയോ വെച്ച് 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അത് എല്ലാ സബ്ജക്റ്റിൽ നിന്നും എത്തുന്നതാണ്. സോ ഇന്ന് നമ്മളിവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിസ്കസ് ചെയ്യാനായി പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു റോട്ട് ബാബർനാമ? ആരാണ് ബാബർനാമ എഴുതിയത്? ഹു റോട്ട് ബാബർനാമ? ബാബർനാമ വാസ് റിട്ടൺ ബൈ ഹു? ആരെഴുതിയതാണ് ഈ ബാബർനാമ? ബാബർനാമ എഴുതിയത് ബാബറാണ്, അല്ലേ? ബാബർനാമ എഴുതിയത് ആരാണ്? ബാബർനാമ എഴുതിയത് നമ്മുടെ ബാബറാണ്. എന്തെഴുതിയത്? ബാബർനാമ എഴുതിയത്. ഹു റോട്ട് ബാബർനാമ? ബാബർനാമ എഴുതിയത് ആരാണ്? ബാബറാണ്. ബാബർനാമ എന്ത് ചെയ്ത് എഴുതിയത് കേട്ടാ. ഹു റോട്ട് അല്ലെ പറയാം, ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. നമ്മുടെ ബാബറിന്റെ ആത്മകഥയാണ് ഏത്? ബാബർനാമ എന്ന് പറയുന്നത്, അല്ലേ? സോ ആരാണ് ബാബർനാമ എഴുതിയെന്ന് ചോദിച്ചാൽ ആരാണ്? ബാബറാണ് എന്തെഴുതിയത്? ബാബർനാമ എഴുതിയത്. ഓക്കെ, ഇനി അതുപോലെ നമുക്കറിയാം ബാബർനാമ ബാബർ എഴുതിയത് ടർക്കിഷ് ലാംഗ്വേജിലാണ്, അല്ലേ? തുർക്കി ഭാഷയിലാണ് ബാബർ എന്തെഴുതിയത്? ബാബർനാമ എഴുതിയത്. എന്നാൽ പിന്നീട് ഇതിനെ പെർഷ്യയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു, അല്ലെ? പിന്നീട് ഇതിനെ നമ്മൾ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഹു ട്രാൻസ്ലേറ്റ് ബാബർനാമ ഇൻ ടു പെർഷ്യൻ? ആരാണ് ബാബർനാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ആരാടാ? അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമാണ് ബാബർനാമയെ പെർഷ്യയിലേക്ക് എന്ത് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഹു ട്രാൻസ്ലേറ്റ് ബാബർനാമ ഇൻ ടു പെർഷ്യൻ? ബാബർനാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരും ചോദിച്ചാൽ ആരാണ്? അബ്ദുൾ റഹീമാണ്. അതിനെന്ത് പെർഷ്യയിലേക്ക് എന്ത് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ ഹു റോട്ട് ബാബർനാമ എന്ന് ചോദിച്ചാൽ അതാരാണ്? ബാബറാണ്. പക്ഷെ ബാബർനാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരും ചോദിച്ചാൽ ആരാണ്? അത് അബ്ദുൾ റഹീമാണ്. ഇനി ഇതില് ഹു റോട്ട് നമ്മുടെ അക്ബർനാമ? ഓപ്ഷൻ തരണ്ടല്ലേ. അക്ബറിന്റെ കവിയായ അബുൾ ഫസലാണ് എന്തെഴുതിയത്? അക്ബർനാമ എഴുതിയത്, അല്ലെ? അക്ബർനാമ എഴുതി അക്ബറിന്റെ ജീവചരിത്രം അബുൾ ഫസൽ, അല്ലെ? അതുപോലെ ഹു റോട്ട് ഹുമയൂൺ നാമ? നമ്മൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? ഹുമയൂൺ നാമ ആരാ? ഹുമയൂണിന്റെ ജീവചരിത്രം ഹുമയൂണിന്റെ സിസ്റ്റർ, കസിൻ സിസ്റ്ററായ ആരാ? ഗുൽബദൻ, അല്ലെ? ഗുൽബദൻ ബാനു ബീഗത്തിന്റെ ഏതാണ്? ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? ഗുൽബദൻ ബാനു ബീഗം. ഗുൽബദൻ ബാനു ബീഗത്തിന്റെ ഏതാണ്? ഹുമയൂൺ നാമ. അങ്ങനെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് കേട്ടോ. ബാബർനാമ, അക്ബർനാമ, ഹുമയൂൺ നാമ. ബാബർനാമ എഴുതിയത് ബാബർ, അക്ബർനാമ എഴുതിയത് അക്ബറിന്റെ കവി ആര്? അബുൾ ഫസൽ. ഹുമയൂൺ നാമ എഴുതിയത് ആരാ? ഹുമയൂണിന്റെ കസിൻ സിസ്റ്ററായ ഗുൽബദൻ ബാനു ബീഗം. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം which among the following is one of the sacred book of Buddhism? ബുദ്ധമതക്കാരുടെ പുണ്യഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ബുദ്ധമതക്കാരുടെ സാക്രഡ് ബുക്ക്, പുണ്യഗ്രന്ഥം ഏത്? അവസ്ഥ, കൽപ്പസൂത്ര, തോറ, ത്രിപീഡിക. ഇതിലേത് ബുക്കാണ്? ബുദ്ധമതക്കാരുടെ പുണ്യഗ്രന്ഥം, ബുദ്ധമതക്കാരുടെ ഹോളി ബുക്ക്. യെസ്, ഇതിൽ ബുദ്ധമതക്കാരുടെ പുണ്യ ബുക്കാണ് ത്രിപീഡിക. ഓപ്ഷൻ ഡി, ത്രിപീഡികയാണ് ബുദ്ധമതക്കാരുടെ ഹോളി ബുക്ക് കേട്ടോ. ബുദ്ധമതക്കാരുടെ ഹോളി ബുക്കിന്റെ പേരെന്താണ്? ത്രിപീഡിക. ത്രിപീഡികയാണ് ബുദ്ധമതക്കാരുടെ എന്താണ്? ഹോളി ബുക്ക്, പുണ്യ ഗ്രന്ഥം. ഇതില് അവസ്ഥയോ? അവസ്ഥ നമ്മുടെ പാഴ്സി മതക്കാരുടെ, അല്ലെ? പാഴ്സി മതവിഭാഗക്കാരുടെ പുണ്യഗ്രന്ഥമാണ് ഏത്? അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ? ആരുടെയാണ്? പാഴ്സി മതവിഭാഗക്കാരുടെ പുണ്യഗ്രന്ഥമാണ് ഏത്? അവസ്ഥ. അതുപോലെ തോറയോ? തോറയും
തനാക്കും നമ്മുടെ ജൂതമതക്കാരുടെ ഹോളി ബുക്കാണ് ഏത്? തോറയും തനാക്കും. തനാക്കും തോറയും ആരുടെയാണ്? ജൂതമതക്കാരുടെ പുണ്യഗ്രന്ഥം. ഏത്? തോറയും തനാക്കും. സോ ഇതാണ് ബുദ്ധമതക്കാരുടെ പുണ്യഗ്രന്ഥം ചോദിച്ചാൽ ഏതാണ്? ത്രിവേദി. അതുപോലെ ആരുടെ പുണ്യഗ്രന്ഥമാണ്? അംഗംസ് ആരുടെയാ? അംഗംസ് എന്ന് പറയുന്നത് നമ്മുടെ ജൈനമതക്കാരുടെ ഹോളി ബുക്ക് അല്ലെ? ജൈനമത വിശ്വാസികളുടെ ഹോളി ബുക്കാണ് ഏത്? അംഗംസ് എന്ന് പറയുന്നത്. അംഗംസ് അല്ലെ? ആരുടെയാണ്? ജൈനമതക്കാരുടെ ഹോളി ബുക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അംഗംസ് ആണ്. ആരുടെയാണ്? ജൈനമത വിഭാഗക്കാരുടെ ഹോളി ബുക്ക്. ഇതാണ് അംഗംസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അപ്പൊ ഇതാണ് നമുക്ക് അടുത്തൊരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. സിമ്പിൾ ചോദ്യം. ഡ്യൂറിംഗ് ദ റൂളർ ഓഫ് ടിപ്പു സുൽത്താൻ വിച്ച് വാസ് ദി ക്യാപിറ്റൽ ഓഫ് മൈസൂർ? സിമ്പിൾ ചോദ്യം. മൈസൂരിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? അതായത് മൈസൂരിന്റെ സുൽത്താൻ അല്ലെ? ദ ഷെയർ ഓഫ് ദ ടൈഗർ ഓഫ് മൈസൂർ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം അല്ലെ? ശ്രീരംഗപട്ടണം എന്ന സ്ഥലമാണ് മൈസൂരിന്റെ ക്യാപിറ്റൽ അഥവാ ടിപ്പു സുൽത്താന്റെ ക്യാപിറ്റൽ. ഏതാണ്? ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണമാണ് മൈസൂരിന്റെ ക്യാപിറ്റൽ അഥവാ ടിപ്പു സുൽത്താന്റെ എന്താണ്? ക്യാപിറ്റൽ. എവിടെയാണ്? ശ്രീരംഗപട്ടണം. ഒരു സിമ്പിൾ ചോദ്യമാണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ്. ദ ലക്നോ പാക്ട് ഓഫ് 1916 1916 ലക്നോ പാക്ട് വാസ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ INC ആൻഡ് ഡാഷ്. ഇതെല്ലാം PVQ ആണ് കേട്ടോ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC സെഷൻ ഏത്? ലക്നോ സെഷൻ അല്ലേ? ഈ സെഷനിൽ വെച്ച് INCയും ഏത് സംഘടനയും തമ്മിലാണ് ലക്നോ സന്ധി ഒപ്പുവെച്ചത്? ആരൊക്കെ തമ്മിലാടാ? INCയും ആരാ? മുസ്ലിം ലീഗ് ആണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? സ്വരാജ് പാർട്ടിയാണോ? ഹിന്ദു സ്വരാജ് ആണോ? ആര് മാറ്റാ? INCയും മുസ്ലിം ലീഗും തമ്മിൽ അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് 1916 ലക്നോ പാക്ട് എന്ത് ചെയ്യുന്നത്? ഒപ്പുവെച്ചത്. 1916 ലക്നോ പാക്ട് ആര്? INC ആൻഡ് മുസ്ലിം ലീഗ്. അപ്പൊ ആ ഒരു സെഷനിൽ ഇത് ഒപ്പുവെച്ചത് ആരൊക്കെയും ചോദിച്ചാൽ ആരാ? INCക്ക് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇത് ഒപ്പുവെച്ചത് നമ്മുടെ ലോകമാന്യ ബാലഗംഗാധര തിലകും. മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് നമ്മുടെ മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ അല്ലേ? മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകും തമ്മിലായിരുന്നു സന്ധി ലക്നോ പാക്ട് 1916 ഒപ്പുവെച്ചത് കേട്ടോ. ലക്നോ പാക്ട് ഏത് വർഷം? 1916 ഇതെന്ത് ചെയ്യുന്നത്? സൈൻ ചെയ്തത്. ആരൊക്കെ തമ്മിൽ? ലോകമാന്യ തിലകും ആരും തമ്മിൽ? മുഹമ്മദ് അലി ജിന്ന. സെഷൻ 1916 ലക്നോ സെഷൻ. 1916 സെഷൻ ലക്നോ സെഷനിൽ വെച്ച്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകത, ഈ സെഷൻ പ്രസിഡന്റ് ആരെന്നറിയോ? ഈ സെഷനിലെ പ്രസിഡന്റ് നമ്മുടെ AC മജുംദർ ആയിരുന്നു. ആരാണ്? 1916 ലക്നോ സെഷന്റെ പ്രസിഡന്റ് ആരാണ്? AC മജുംദർ ആണ് 1916 ലക്നോ സെഷന്റെ എന്താണ്? പ്രസിഡന്റ്. 1916 ലക്നോ സെഷൻ പ്രസിഡന്റ് ആരാണ്? AC മജുംദർ ആണ് പ്രസിഡന്റ്. ഏത് വർഷം? 1916 സെഷൻ ലക്നോ സെഷൻ. ഓക്കെ, സോ ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ആണ് ഹു എം ദ ഫോളോയിങ് വാസ് ദ റവന്യൂ മിനിസ്റ്റർ ഓഫ് അക്ബർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അക്ബറിന്റെ നവരത്നങ്ങളിൽ റവന്യൂ മിനിസ്റ്റർ ആരാണ്? ലാസ്റ്റ് വീക്കിലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ. സോ ഇതിലിപ്പം നവരത്നത്തിൽ ആൾക്കാർ എന്നാണ് ഇതിൽ കിടക്കുന്നല്ലേ? ഇതിലിപ്പം ബീർബൽ ആരാ? അക്ബറിന്റെ പ്രൈം മിനിസ്റ്റർ ആണല്ലേ? പ്രധാനമന്ത്രി. നവരത്നത്തിൽ പ്രൈം മിനിസ്റ്റർ. മാൻസിംഗോ? അക്ബറിന്റെ സൈനിക തലവൻ, കമാൻഡർ ആണല്ലേ?
അക്ബറിന്റെ സൈനിക തലവൻ ആര്? മാൻസിംഗ്. രാജാ തോഡർമല്ലാണ് അക്ബറിന്റെ ആരാണ്? റവന്യൂ മിനിസ്റ്റർ അല്ലെ? അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ ആരാണ്? രാജാ തോഡർമല്ലാണ് അല്ലെ? ടാൻസൺ ആരാ? അക്ബറിന്റെ മ്യൂസിഷ്യൻ. അക്ബറിന്റെ മ്യൂസിഷ്യൻ ആണ് ആര്? ടാൻസൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് അതേ സെയിം ചോദ്യമാണ്, വീണ്ടും റിപ്പീറ്റ് അടിച്ച് വന്നതാണ് അല്ലേ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഇപ്പം 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ എന്തായിരിക്കും റിപ്പീറ്റഡ് വരും, കാരണം പല എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. സോ പല ക്വസ്റ്റ്യൻ റിപ്പീറ്റ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്, വേർ ഈസ് കാണ്ടരിയ മഹാദേവ ടെമ്പിൾ സിറ്റുവേറ്റഡ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. ഇത് എവിടെയെന്നറിയാമോ? ഇത് നമ്മുടെ ഖജുറാവോ ക്ഷേത്രങ്ങളുടെ ഭാഗത്തിലാണ് ഇരിക്കുന്നത്. ഖജുറാവോ എവിടെയാ? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അല്ലെ? മധ്യപ്രദേശ്. എവിടെ? ഖജുറാവോ അല്ലെ? മധ്യപ്രദേശിലെ ഖജുറാവോ ടെമ്പിൾസ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത്? ഖജുറാവോ. ആ ഖജുറാവോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണ് ആര്? കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. അതായത് ഈ ഫിഗർ നമ്മൾ കാണുന്നത് ഇതാണ് കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. അത് ഖജുറാവോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണ്. ആരാണെന്നറിയോ ഈ ഖജുറാവോ ക്ഷേത്രങ്ങൾ കെട്ടിയ ഡൈനാസ്റ്റി? ചണ്ടേല എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ്, ചണ്ടേല വംശം കേട്ടോ. ചണ്ടേല എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയാണ് എന്ത് കെട്ടിയത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കേട്ടോ. ഖജുറാവോ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ചണ്ടേല ഡൈനാസ്റ്റി. ചണ്ടേല വംശത്തിലെ രാജാക്കന്മാരാണ് എന്ത് നിർമ്മിച്ചത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഖജുറാവോ ടെമ്പിൾസ്. എവിടെയാണ് ഖജുറാവോ വരുന്നത്? എവിടെയാണ് ഖജുറാവോ ക്ഷേത്രങ്ങൾ വരുന്നത്? മധ്യപ്രദേശിലാണ്. ഏത് വംശം? ചണ്ടേല ഡൈനാസ്റ്റിയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഡിഡ് ബാബർ ഡിഫീറ്റഡ് ഇൻ ദ ഇയർ 1528 അറ്റ് ചന്ദേരി അല്ലേ? ചന്ദേരി യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അതും വർഷം തന്നിട്ടുണ്ട്. വർഷം 1528. ആരെയാടാ? ബാബർ വി എസ് ആരാ? ചന്ദേരി. ബാബർ വി എസ് ആര്? മേധനി റായി അല്ലേ? ചന്ദേരി ആരൊക്കെ തമ്മിലാ? ബാബറും മേധനി റായിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ചന്ദേരി യുദ്ധം. ഇതിലിപ്പം ഈ ഓപ്ഷനിലുള്ള എല്ലാവരും ബാബർ യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ? മുഹമ്മദ് ലോധിയുമായിട്ട് ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര, ഗാഗ്ര യുദ്ധം അല്ലേ? ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര ഏത് വർഷം? 1529 അല്ലേ? 1529 ബാറ്റിൽ ഓഫ് ഗാഗ്ര ആരുമാറ്റ്? മുഹമ്മദ് ലോധിയുമാറ്റ്. അടുത്ത് റാണാ സംഗമയുമാറ്റ് ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് കൻവ യുദ്ധം 1527 കൻവ യുദ്ധം. ആരൊക്കെ തമ്മിൽ? ബാബറും റാണാ സംഗയും അല്ലേ? അടുത്ത് ഇബ്രാഹിം ലോധിയുടെ ഏത് യുദ്ധം? ഒന്നാം പാനിപ്പത്ത്, ഫസ്റ്റ് പാനിപ്പത്ത് ഏത് വർഷം? 1526 ഒന്നാം പാനിപ്പത്ത്. അങ്ങനെ 4 പ്രധാനപ്പെട്ട യുദ്ധം. ഇതിൽ 28 ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ചന്ദേരി യുദ്ധം. ആരുമാറ്റ്? മേധനി റായിയുമായിട്ടുള്ള ഏത് യുദ്ധം? ചന്ദേരി യുദ്ധം. ഏത് വർഷമാണ്? 1528. സോ കണ്ട 26, 27, 28, 29 4 വർഷവും 4 കണ്ടിന്യൂസ് ആയി 4 യുദ്ധങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? ബാബർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമാണ്, ഹു എമംഗ് ദ ഫോളോയിങ് റൂളർ ഡിഫീറ്റഡ് മുഹമ്മദ് ഗോറി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ ഇൻ 1191? നമുക്കറിയാം ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു മുസ്ലിം റൂളറാണ് നമ്മുടെ മുഹമ്മദ് ഗോറി അല്ലെ? ഖാസിം ഗസനി ഗോറി. ആ സീരീസിലെ 3ാമത്തെ ആളാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്ന് നടത്തിയ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? തറൈൻ നമുക്കറിയാം 2 തറൈനുണ്ട്. 1191 ഫസ്റ്റ് തറൈനും 1192 സെക്കൻഡ് തറൈൻ. അത് ആരൊക്കെ തമ്മിലാണ് ഈ തറൈൻ യുദ്ധം? മുഹമ്മദ് ഗോറി വി എസ് ആരടാ? ഓപ്ഷൻ സി പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ?
പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഏത്? തറയൻ യുദ്ധം. അത് 2 തറനുണ്ട്. 1191 1192 1191 ഫസ്റ്റ് തറയൻ, 1192 സെക്കൻഡ് തറയൻ. ഫസ്റ്റ് തറയനിൽ ആര് ജയിച്ചു? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ആരെ തോപ്പിക്കും? ഡിഫീറ്റഡ് മുഹമ്മദ് ഗോറി. പൃഥ്വിരാജ് ചൗഹാൻ ആരെ തോപ്പിക്കും? മുഹമ്മദ് ഗോറിയെ തോപ്പിക്കും. പക്ഷേ 2ാം തറയൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി തിരിച്ചാരെ തോപ്പിക്കും? പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിക്കുകയും പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലുകയും ചെയ്യും. ഏത് യുദ്ധത്തിൽ? 2ാം തറയൻ 1191 1192. ഇനി മുഹമ്മദ് ഗോറി ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് 1194 ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ യുദ്ധം. അതിപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ബാറ്റിൽ ഓഫ് ചന്ദാവാർ 1194 അല്ലെ ആരൊക്കെ തമ്മിൽ? മുഹമ്മദ് ഗോറിയും ഗഹണ്ടവാല ഡൈനാസ്റ്റിയിലെ ജയചന്ദ്രനും തമ്മിൽ നടന്ന യുദ്ധം അല്ലെ. ജയചന്ദ്രനും മുഹമ്മദ് ഗോറിയും തമ്മിൽ 1194 നടന്ന യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ യുദ്ധം. ഏത് യുദ്ധം? ചന്ദാവാർ യുദ്ധം 1194 ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ. ഓക്കെ, സോ മറക്കല്ലടാ, മുഹമ്മദ് ഗോറിയുടെ ഈ യുദ്ധങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഈ ഒരു മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാന്റെ ഈ ഒരു ചരിത്രത്തെ പറ്റി പറയുന്ന ഒരു ബുക്ക് കൂടി ഉണ്ടല്ലോ. ഏതാ? പൃഥ്വിരാജ് റാസോ എന്ന ബുക്ക് അല്ലെ. ഏതാണ്? പൃഥ്വിരാജ് റാസോ. ആരാ പൃഥ്വിരാജ് റാസോ എഴുതിയത്? അല്ല, എപ്പോഴും എക്സാം ചോദിച്ച ചോദ്യമാണ്. പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണ്? ആരാ? ചന്ദ് ബർദായി അല്ലെ. ചന്ദ് ബർദായി നമ്മുടെ പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരത്തിലെ കവിയാണ് ആര്? ചന്ദ് ബർദായി. ചന്ദ് ബർദായുടെ ബുക്കാണ് ഏത്? പൃഥ്വിരാജ് റാസോ. പൃഥ്വിരാജ് റാസോ റോട്ട് ബൈ ആരാ? ചന്ദ് ബർദായി. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ് അല്ലേ? ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യം. The word സത്യമേവ ജയതേ is taken from which ഉപനിഷത്ത്? ഓക്കെ, ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നും കടമെടുത്ത വാക്യമാണ്? ഏത് ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന പദം കടമെടുത്തത്? സോ വിച്ച് ഉപനിഷത്ത്? ഫസ്റ്റ് എത്ര ഉപനിഷത്തുണ്ട്? മൊത്തം 108 ഉപനിഷത്തുണ്ട് അല്ലേ. മൊത്തം എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് മുണ്ടക ഉപനിഷത്ത്. നമ്മുടെ ചോദ്യം മുണ്ടക ഉപനിഷത്തിൽ നിന്നും കടമെടുത്ത വാക്യമാണ് ഏത്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ is taken from which ഉപനിഷത്ത് എന്ന് ചോദിച്ചാൽ ഏത് ഉപനിഷത്താണ്? മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്തിൽ നിന്നും കടമെടുത്ത വാക്കാണ് ഏത്? സത്യമേവ ജയതേ. അങ്ങനെ എത്ര ഉപനിഷത്തുണ്ട്? മൊത്തവും 108 ഉപനിഷത്തുകളുണ്ട്. മൊത്തം എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്ത്. അതിൽ ഏറ്റവും പ്രധാന ഉപനിഷത്താണ് ഏത്? മുണ്ടക ഉപനിഷത്ത്. ആ മുണ്ടകയിൽ നിന്നുമാണ് ഏത്? സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്യം എന്ത് ചെയ്യുന്നത്? എടുത്തിട്ടുള്ളത്. ഒരുപാട് തവണ PVക്ക് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം. Who among the following ruler belongs to തുളുവ ഡൈനാസ്റ്റി? ഈ തുളുവ ഡൈനാസ്റ്റി ഇതെവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള? തുളുവ വിജയനഗരത്തിലാണ് അല്ലേ. വിജയനഗരത്തിലെ 4 വംശങ്ങളുണ്ട്. ഏതൊക്കെയാണ് വിജയത്തിലെ 4 വംശം? സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, ഫോർത്ത് വൺ അരവിഡു ഡൈനാസ്റ്റി. 4 വംശം ഏതൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവിഡു. അങ്ങനെ 4 വംശങ്ങളുണ്ട് അല്ലേ. സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റി. ഇങ്ങനെ 4 വംശങ്ങളുണ്ട് അല്ലേ. ഇതില് ഒരു വംശമായിരുന്നു തുളുവ. തുളുവ വംശത്തിലെ രാജാവ് ആരെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇത് 4 വംശം എന്തിൻ്റെയാ? വിജയനഗരത്തിലെ ഭരിച്ച 4 വംശമാണ്. നമ്മളെ വിജയനഗരം അല്ലേ. വിജയനഗരം ഭരിച്ച 4 വംശം അല്ലേ. ഇതിൽ ഏതായി? തുളുവയിലെ രാജാവ്. തുളുവയിലാണ് ഏറ്റവും ഫേമസ് രാജാവ് അല്ലേ. തുളുവ രാജാവത്തിലാണ് ആര് പറഞ്ഞ? കൃഷ്ണദേവരയ്യ അല്ലേ. നമ്മുടെ തുളുവ വംശത്തിലെ ഏറ്റവും ഫേമസ് ആയ രാജാവാണ് ആര്?
കൃഷ്ണദേവരയ്യ. കൃഷ്ണദേവരയ്യ ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി? തുളുവ ഡൈനാസ്റ്റി അല്ലേ. ആ കൃഷ്ണദേവര എഴുതിയ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതിയാണ് ഏത്? ഒന്ന് അമുക്തമാല്യട, രണ്ട് ഉഷാപരിണയം, മൂന്ന് ജാംബാവതി കല്യാണം അല്ലേ. നമ്മുടെ കൃഷ്ണദേവരെ എഴുതിയ പ്രധാനപ്പെട്ട 3 കൃതിയാണ് ഏതൊക്കെയാണ്? അമുക്തമാലട, ഉഷാപരിണയം, ജാംബാവതി കല്യാണം. ആരുടെ കൃതികളാ? കൃഷ്ണദേവരെ എഴുതിയ പ്രധാനപ്പെട്ട 3 കൃതി. അതുപോലെ കൃഷ്ണയുടെ കോർട്ടിന്റെ പേരെന്താ? കൃഷ്ണയുടെ കോർട്ടിന്റെ പേരാണ് ദിഗജാസ് എന്ന് പറയുന്നത് അല്ലേ. അഷ്ടദിഗജങ്ങൾ. ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ എന്ന് ചോദിച്ചാൽ ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ? കൃഷ്ണദേവരയുടെ കോർട്ടിന്റെ പേരാണ് എന്ത്? അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്നത്. ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ? കൃഷ്ണദേവരുടെ കോർട്ടിന്റെ പേരാണ് എന്ത്? അഷ്ടദിഗജങ്ങൾ. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് കൃഷ്ണദേവരയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കൃഷ്ണദേവ ഏത് വംശത്തിലാ? വിജയനഗരത്തിലെ 3ാമത്തെ വംശമായ തുളുവ രാജാവാണ് ആര്? കൃഷ്ണദേവരയ്യ. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ? രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാണ്? ആരാടാ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ? അത് നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് അല്ലേ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാടാ? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ എന്താണ്? സ്ഥാപകൻ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ ബേലൂരാണ്. ബേലൂർ, വെസ്റ്റ് ബംഗാളിലെ ബേലൂരാണ് രാമകൃഷ്ണ മിഷന്റെ എന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ്. ആരാ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ. അതും വർഷം 1897 1897 രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. അതുപോലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ഡിസ്കസ് ഉള്ള ചോദ്യമാണല്ലേ. ആരാ നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി ഏത് സംഘടനയാ? ദയാനന്ദ സരസ്വതി ആര്യ സമാജ് അല്ലേ. ആര്യ സമാജിന്റെ സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് വർഷം ആര്യ സമാജം? വർഷം ഏതാ? 1875 അല്ലെ. 1875 ആര്യ സമാജം. അടുത്ത് ആത്മാറാം പാണ്ഡുരംഗ് ഏത് സംഘടനയാ? ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥന സമാജ് അല്ലേ. നമ്മുടെ പ്രാർത്ഥന സമാജ് ആര്? ആത്മാറാം പാണ്ഡുരംഗ്. ഏത് വർഷമാ പ്രാർത്ഥന സമാജ്? 1867 അല്ലെ. 1867 ഏത്? പ്രാർത്ഥന സമാജ്. ഇനി ഏറ്റവും അവസാനം ജ്യോതിറാവു ഫൂലെ ഏത് സംഘടനയാ? ജ്യോതിറാവു ഫൂലെ ഏതാടാ? സത്യ ശോധക് സമാജ് അല്ലേ. സത്യശോധക് സമാജം. ആരാ ഫൗണ്ടർ? ജ്യോതിറാവു ഫൂലെ. ഏത് വർഷമാ സത്യശോധക്? സത്യശോധക് ഏത് വർഷമാണ്? 1873 വർഷം നോട്ട് ചെയ്യണേ. 1873 1873 അത് സത്യശോധക് സമാജം. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ഓരോ സംഘടനയുടെ എന്താണ്? സ്ഥാപകരാണല്ലേ. ഓക്കെ, സോ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നമ്മുടെ 14ാമത്തെ ചോദ്യം, വേർ ഇസ് ദി ടോംബ് ഓഫ് ഷെർഷാ സൂരി? ഷെർഷാ സൂരി ആരായിരുന്നു? ഷെർഷാ സൂരി സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ അല്ലേ. സൂർ വംശത്തിന്റെ സ്ഥാപകനാണ് ആര്? ഷെർഷാ സൂരി അല്ലേ. ഷെർഷാ സൂരി ഏത് വർഷമാണ് സൂർ ഡൈനാസ്റ്റി രൂപീകരിച്ചത്? 1540 അല്ലേ. 1540. ഏത് യുദ്ധങ്ങളാ? ഏത് യുദ്ധം എന്ന്? കാരണം 2 പ്രധാന യുദ്ധം ഷെർഷ ചെയ്തു അല്ലേ. ആരുമായിട്ട്? ഹുമയൂണുമായി. ആ യുദ്ധത്തിന്റെ ജയമാണ് ഇന്ത്യയിൽ എന്ത് ഡൈനാസ്റ്റി? സൂർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏതൊക്കെ യുദ്ധങ്ങളാണ്? 1539 ചൗസ യുദ്ധവും 1540 ഏത് യുദ്ധം? കനൂജ് യുദ്ധം അല്ലേ. ചൗസയും കനൂജും. 39 ചൗസ യുദ്ധവും 40 കനൂജ് യുദ്ധം. ആരൊക്കെ തമ്മിൽ? ഹുമയൂൺ vs ഷേർഷാ സൂരി. അങ്ങനെ ഹുമയൂണിനെ തോൽപ്പിക്കുകയും 40 എന്ത്? സൂർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. അവരുടെ ക്യാപിറ്റൽ എവിടെയാ? സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ? സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആണ് ഓപ്ഷൻ സി, സസാരം.
ആ സസാരത്തിലാണ് ഈ ഒരു ടോംബ് ഷെർഷാ സൂരിയുടെ ശവകുടീരം എന്ത് ചെയ്തത് സ്ഥിതി ചെയ്യുന്നത്. ഷെർഷായുടെ ടോംബാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് സസാരത്തിലാണ്, ബീഹാറിലെ സസാരത്തിലാണ് ഷെർഷാ സൂരിയുടെ എന്തിരിക്കുന്നത് ശവകുടീരം, ഈ ഒരു ടോംബ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, in which of the following year was the Diwani of Bengal transferred to East India Company? എന്താണ് ഈ ദിവാനി ഓഫ് ബംഗാൾ? ബംഗാളിന്റെ ദിവാനി എന്ന് പറയുന്നത് ബംഗാളിന്റെ ലാൻഡ് ടാക്സ് ആണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏത് വർഷമാണ് ബംഗാളിന്റെ ലാൻഡ് ടാക്സ് ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്തത്? സോ നമ്മളിത് പഠിച്ചതാണ്. ബംഗാൾ എന്ന സ്ഥലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുത്തത് ഏത് ട്രീറ്റി പ്രകാരമാണ്? ട്രീറ്റി ഓഫ് അലഹബാദ് അല്ലെ, അലഹബാദ് സന്ധിയിലൂടെയാണ് അല്ലെ. ഏത് വർഷം അലഹബാദ് സന്ധി? 1765 അല്ലെ, 1765 അലഹബാദ് സന്ധിയിലൂടെയാണ് ബംഗാൾ എന്ന പ്രദേശം ആർക്ക് എഴുതി കൊടുക്കുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ആരാ എഴുതി കൊടുത്തത്? മുഗൾ റൂളറായ ഷാ ആലം രണ്ടാമൻ അല്ലെ. ആ സമയത്ത് മുഗൾ റൂളറായ ഷാ ആലം രണ്ടാമനാണ് ബംഗാൾ ആർക്ക് എഴുതി കൊടുത്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഏത് സന്ധി പ്രകാരം? ട്രീറ്റി ഓഫ് അലഹബാദ്. ഏത് വർഷം? 1765. അപ്പൊ 1765 ബംഗാളിന്റെ ദിവാനി കളക്ഷൻ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്ക്. യെസ്, ഓപ്ഷൻ സി 1765 ഏത്? ട്രീറ്റി ഓഫ് അലഹബാദ്. ആരൊക്കെ തമ്മിലായി ഒപ്പുവെച്ചത്? ഷാലം രണ്ടാമനും കമ്പനിക്ക് വേണ്ടി ആരും ഒപ്പുവെച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? റോബർട്ട് ക്ലൈവ് ആയിരുന്നു അല്ലെ. റോബർട്ട് ക്ലൈവും ഷാ ആലം രണ്ടാമനും തമ്മിലാണ് അതെന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. ഏത് വർഷം? 1765 ട്രീറ്റി ഓഫ് എന്താണ്? അലഹബാദ്. അലഹബാദ് സന്ധി ഏത് വർഷമാണ്? 1765 അല്ലെ. 64 ഏതാ യുദ്ധം? ഇത് ശരിക്കും ഒരു യുദ്ധത്തിന്റെ ഭാഗമായി ഒപ്പുവെച്ചതല്ലേ? 64 ഏത് യുദ്ധം? ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലെ. ബക്സാർ യുദ്ധത്തിന്റെ ഭാഗമായാണ് തൊട്ടടുത്ത വർഷം ട്രീറ്റി ഓഫ് അലഹബാദ് എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. ട്രീറ്റി ഓഫ് അലഹബാദ് 65, ബക്സാർ യുദ്ധം എപ്പോഴാണ്? 1764 ഏത് യുദ്ധം? ബക്സാർ യുദ്ധം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, നമ്മുടെ നെക്സ്റ്റ് ചോദ്യം, യെസ്, എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അബോളിഷ്ഡ് സതി? ഇന്ത്യയുടെ ഏത് ഗവർണർ ജനറലാണ് സതി നിരോധിച്ചത്? അപ്പോൾ സതി നിരോധിച്ച വർഷം ഏതാ? ഏത് വർഷമാണ് സതി നിരോധിച്ചത്? അത് 1829 അല്ലെ. 1829 സതി നിരോധിച്ചത്. ആ നിരോധിച്ച ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? അപ്പോൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി വില്യം ബെൻഡിക് അല്ലെ. അവിടെ വില്യം ബെൻഡിക് ആണ് 1829 എന്ത് നിരോധിച്ചത്? സതി നിരോധിച്ചത് അല്ലെ. ഇനി അത് സതി നിരോധിക്കുന്നതിന് ഒരു പ്രധാന കാരണക്കാരനായ സോഷ്യൽ റിഫോമർ ഉണ്ടല്ലോ. ആരാ? നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലേ. നമ്മുടെ രാജാറാം മോഹൻ റോയുടെ സഹായത്തോടു കൂടിയാണ് 1829 എന്ത് നിരോധിക്കപ്പെടുന്നത്? സതി നിരോധിക്കപ്പെട്ടത്. അതുപോലെ രാജാറാം മോഹൻ റോയുടെ സംഘടനയ്ക്ക് വലിയൊരു പങ്കുണ്ട് അല്ലേ. ഏത് സംഘടനടാ? ബ്രഹ്മ സമാജ് അല്ലേ. ഏത് വർഷമാ ബ്രഹ്മ സമാജ്? 1828 അല്ലേ. 1828 നമ്മുടെ കൽക്കട്ടയില് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സംഘടനയാണ് ഇത് ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത്. 29 എന്ത് നിരോധിക്കുന്നു? സതി ഇന്ത്യയിൽ നിരോധിക്കുന്നു. നിരോധിച്ച ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ ആരാണ്? അത് വില്യം ബെൻഡിക് ആണ്. വില്യം ബെൻഡിക് ആണ് എന്ത് നിരോധിച്ചത്? സതി നിരോധിച്ചത്. ഹു അബോളിഷ്ഡ് സതി എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ബെൻഡിക്. ഓക്കെ, അതിന് പ്രധാനമായി സഹായിച്ച
സോഷ്യൽ റിഫോമർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ആ സമയത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ആര് അബോർഷൻ ചോദിച്ചാൽ അത് നമ്മുടെ ആരാണ്? വില്യം ബെന്റിക്കാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇതാണ്. വെൻ വാസ് മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? എന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? സോ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്നാണ്? 1906 ഡിസംബർ 30. 1906 ഡിസംബർ 30 എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. എവിടെയാ? അറ്റ് ധാക്ക, നമ്മുടെ ബംഗ്ലാദേശിൽ, ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ചാണ് 1906 ഡിസംബർ 30 എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ആരൊക്കെയാ മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ? ദ ഫൗണ്ടേഴ്സ് ഓഫ് മുസ്ലിം ലീഗ് ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ അഗാ ഖാനും, രണ്ട് നവാബ് സലീമുള്ളയും, അല്ലെ? അഗാ ഖാനും നവാബ് സലീമുള്ളയും ചേർന്നാണ് 1906 ധാക്കയിൽ എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. സോ ഫൗണ്ടേഴ്സ് നോക്കി വയ്ക്കുക. ആരൊക്കെയാണ്? അഗാ ഖാനും നവാബ് സലീമുള്ളയും. എന്താണ്? 1906 ഡിസംബർ 30 ഇവിടെ വെച്ച് ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമുക്ക് അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈറ്റ് ഈസ് ഇൻ ഹരിയാന? നമ്മുടെ ഇൻഡസ് വാലി സൈറ്റ് ആണ്, അല്ലേ? നമ്മുടെ ഇൻഡസ് വാലി സൈറ്റ്, ഹരിയാനയിലെ സൈറ്റ് ഇതിലേതാണ്? സോ നമുക്ക് നോക്കാം. ഇതിലിപ്പം കലിബംഗാൻ, എവിടെയാ കലിബംഗാൻ വരുന്നത്? കലിബംഗാൻ നമ്മുടെ രാജസ്ഥാനിലാണ്, അല്ലേ? നമ്മുടെ രാജസ്ഥാനിലെ ഒരു സൈറ്റാണ് ഏത്? കലിബംഗാൻ. പിന്നെ നമ്മുടെ ധോളാവീര, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ധോളാവീര. ഇത് പക്ഷേ ഗുജറാത്തിലാണ്, ഗുജറാത്ത്. ദെൻ രാഗി ഗർഗി, യെസ്, രാഗി ഗർഗി എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈറ്റ് ആണ് ആര്? രാഗി ഗർഗി. അതെവിടെയാണ് വരുന്നത്? ഹരിയാനയാണ്. സോ നമ്മുടെ ആൻസർ ഹരിയാന. നമുക്ക് 4ാമത്തെ വർഷം കൂടെ നോക്കാം. ലോത്തൽ, യെസ്, ലോത്തൽ നമ്മുടെ പോർട്ട് സിറ്റി, നമ്മുടെ പോർട്ട് സിറ്റി, തുറമുഖ നഗരം എവിടെയാടാ? ഗുജറാത്തിലാണ്, അല്ലേ? ഗുജറാത്തിലാണ് ലോത്തൽ പറഞ്ഞത്, നമ്മുടെ പോർട്ട് സിറ്റി ലോത്തൽ. സോ ഉത്തരം ഏതാണ്? ഹരിയാനയിലെ സൈറ്റ് ഏതാണ്? രാഖി ഖർഗി. രാഖി ഖർഗി മാത്രമല്ല, ഹരിയാനയിൽ വേറെയും സൈറ്റുകളൊക്കെ ഉണ്ടല്ലേ? അതൊക്കെയാ ഏതാ? ബനാവലി, അല്ലേ? അതുപോലെ ബിർദാന, അല്ലേ? ബിർദാന, ബനാവലി, ഇതൊക്കെ എവിടെ സൈറ്റാ? ഇതൊക്കെ ഹരിയാനയിൽ എന്താണ്? പ്രധാനപ്പെട്ട സൈറ്റുകളാണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ വിജയനഗര എംപയർ ഫൗണ്ടഡ്? നമ്മൾ വിജയനഗരത്തെ പറ്റി കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം, അല്ലേ? സംഗമ, സാലുവ, തുളുവ, അരവിടു, 4 വംശങ്ങൾ പഠിച്ച വിജയനഗര സാമ്രാജ്യം അത് ഏത് വർഷമാണ് രൂപീകരിച്ചത്? ഏത് വർഷമാ? യെസ്, ഓപ്ഷൻ സി 1336, അല്ലേ? AD 1336 വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്. ആരൊക്കെയാ ഫൗണ്ടർ? ഹരിഹര ആൻഡ് ബുക്ക, അല്ലേ? ഹരിഹരനും ബുക്കനും ചേർന്നാണ് 1336 വിജയനഗര എംപയർ എന്ത് ചെയ്യുന്നത്? സ്ഥാപിച്ചത്. എവിടെയാ ക്യാപിറ്റൽ? അറ്റ് ഹംപി. നമ്മുടെ ഹംപിയാണ് വിജയനഗരത്തിന്റെ തലസ്ഥാനം, അല്ലെ? ഹംപി ഏത് റിവറിന്റെ കരയില? ഓൺ ദ ബാങ്ക്സ് ഓഫ് തുംഗഭദ്ര, അല്ലേ? തുംഗഭദ്ര നദിയുടെ കരയിലാണ് എന്ത് സിറ്റി സ്ഥിതി ചെയ്യുന്നത്? ഹംപി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 1336 എന്ത് രൂപീകരിച്ചത്? വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്. ആരൊക്കെ ചേർന്ന്? ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. സോ വർഷം 1336. ഏതൊക്കെയാ 4 വംശം? സംഗമ, സാലുവ, തുളുവ, അരവിടു, അങ്ങനെ 4 വംശം.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണല്ലേ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഹു ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഏത് വർഷമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? ഫസ്റ്റ് പാനിപ്പത്ത് ഏത് വർഷമാണ്? ഒന്നാം പാനിപ്പത്ത് 1526 അല്ലെ. നമ്മൾ 26, 27, 28, 29 4 യുദ്ധങ്ങൾ പഠിച്ചതാണ് അല്ലേ. ആരൊക്കെ തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത്? യെസ്, ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ അല്ലെ. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഏത് വർഷം? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം. നമ്മൾ ഡിസ്കസ് ചെയ്യണം നേരത്തെ അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും എന്തായാലും റിപ്പീറ്റ് അടിച്ചും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും പിന്നീട് വരികയും ചെയ്യും. സോ അങ്ങനെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. How many delegates attended the first session of Indian National Congress at ബോംബെ? ഫസ്റ്റ് സെഷൻ എവിടെ നിന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ബോംബെയിൽ വെച്ചാണ് ആദ്യ സെഷൻ നടന്നത്. എത്ര പേരാണ് അതിൽ പങ്കെടുത്തത്? സോ ഫസ്റ്റ് സെഷൻ നടന്ന വർഷം ഏതാ? ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ്? 1885 അല്ലേ. 1885 ഫസ്റ്റ് സെഷൻ. ഡിസംബർ 28 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത്, രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? ഫൗണ്ടർ AO ഹ്യൂം അല്ലേ. നമ്മുടെ AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്ത് രൂപീകരിച്ചത്. എവിടെ വെച്ചായിരുന്നു ഫസ്റ്റ് സെഷൻ? അറ്റ് ബോംബെയിൽ വെച്ച് അല്ലേ. സോ ആരായിരുന്നു പ്രസിഡന്റ്? ഫസ്റ്റ് പ്രസിഡന്റ് INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? അത് WC ബാനർജിയാണ് അല്ലേ. നമ്മുടെ WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. നമ്മുടെ ചോദ്യം അതിൽ എത്ര പേര് പങ്കെടുത്തെന്നാണ്. ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത് 72 പേരാണ് കേട്ടോ. 1885 ബോംബെയിലെ ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത് 72 പേരാണ്. അപ്പം അന്നെടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 72 പേരാണ് ഈ ഒരു സെഷനിൽ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. ഏത് വർഷം? 1885 ഡിസംബർ 28 INC എന്ത് ചെയ്ത് രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ ചോദിച്ചാൽ ആരാ? AO ഹ്യൂമും. ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? അത് WC ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. എത്ര പേരാ പങ്കെടുത്തത്? 72 പേര്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം യെസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ INC ഫോംഡ്? ഏത് വർഷമാണ്? ഇപ്പൊ പറഞ്ഞല്ലോ. ഏത് വർഷമാണ്? 1885 1885 ഡിസംബർ 28 അല്ലേ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ആരാ സ്ഥാപകൻ? AO ഹ്യൂമാണ് ഫൗണ്ടർ. ഓക്കെ, നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. യെസ്, വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഗദാർ പാർട്ടി ഇസ് ലൊക്കേറ്റഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ്? അപ്പോൾ ഗദാർ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഗദാർ പാർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗദാർ പാർട്ടി രൂപീകരിച്ച വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1913 ഗദാർ പാർട്ടി രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1930. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ലാല ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഗദാർ പാർട്ടിയുടെ സ്ഥാപകൻ കേട്ടോ. ഗദാർ പാർട്ടി സ്ഥാപകൻ ആരാണ്? ലാല ഹർദയൽ. അതുപോലെ തന്നെ ഗദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് സോഹൻ സിംഗ് ബക്നെയാണ് കേട്ടോ. ആദ്യത്തെ പ്രസിഡന്റ് കേട്ടോ. ഫൗണ്ടർ ലാല ഹർദയാൽ ആദ്യത്തെ സെക്രട്ടറി കൂടിയാണ് കേട്ടോ. ലാല ഹർദയാൽ ആദ്യത്തെ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് സ്ഥാപകൻ, ഫൗണ്ടർ. പക്ഷെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? അത് സോഹൻ സിംഗ് ബക്നെയാണ് ആദ്യത്തെ പ്രസിഡന്റ്. അത് 1913 എവിടെയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് 1913 എന്ത് രൂപീകരിച്ചത്? ഗദാർ പാർട്ടി രൂപീകരിച്ചത്. സോ ഗദാർ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ. എവിടെയാണ്? അമേരിക്ക. ആരാ സ്ഥാപകൻ? ലാല ഹർദയാലാണ് സ്ഥാപകൻ. ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? അത് സോഹൻ സിംഗ് ബക്നെയുമാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ 24ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്?
യെസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജ്യോതിറാവു ഫൂലെ. നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്? ഇതിലിപ്പം രാമകൃഷ്ണ മിഷൻ ആരുടെ സംഘടന? രാമകൃഷ്ണ മിഷൻ പഠിച്ചതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തത്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അല്ലെ, ഏത് വർഷം? 1897 അല്ലെ, 1897 സ്വാമി വിവേകാനന്ദൻ രൂപീകരിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഇനി ആര്യസമാജോ? യെസ്, ആര്യസമാജ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് വർഷം? 1875 അല്ലെ, 1875 ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടനയാണ് ഏത്? ആര്യസമാജ്. സത്യശോധക് സമാജം. സോ ഇതിന്റെ ഫൗണ്ടർ ആണ് ആര്? ജ്യോതി റാവു ഫൂലെ അല്ലെ, ജ്യോതി റാവു ഫൂലെ. ഇതിന്റെ സത്യശോധക് സമാജം എവിടെയാണ്? 1873 1873 അറ്റ് പൂനെയിൽ. എവിടെയാണ് സ്ഥലം? നോക്കി വെച്ചു. പൂനെയിലാണ് ജ്യോതിറാവു ഫൂലെ എന്ത് രൂപീകരിച്ചത്? സത്യശോധക് സമാജം രൂപീകരിച്ചത് കേട്ടോ. എവിടെയാണ്? അറ്റ് പൂനെ. ഏത് വർഷം? 1873. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ഡിയുടെ നോക്കാം. ഇതും പഠിച്ചതാണ്. പ്രാർത്ഥനാ സമാജം. ആരാ പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ? അത് ആത്മാറാം പാണ്ഡുരംഗാണ് അല്ലെ. ഏത് വർഷം? 1867 1867 ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം എന്ത് ചെയ്ത് രൂപീകരിച്ചത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ഈ ക്വസ്റ്റ്യൻ ഇനിയും വരും കേട്ടോ. ഇനിയും നമുക്ക് സീരീസിൽ റിപ്പീറ്റ് അടിച്ച് ഇതിൽ ഏതെങ്കിലും സംഘടന വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, യെസ്, അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂളേഴ്സ് ഡിഡ് ഡൽഹി ഫസ്റ്റ് ബിക്കം ക്യാപിറ്റൽ? അതായത് ഇന്ത്യയിലെ ഏത് വംശങ്ങളാണ് ഡൽഹിയെ ആദ്യമായി ക്യാപിറ്റൽ ആക്കിയത്? ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തോമര രജപുത്രകളാണ് കേട്ടോ. രജപുത്രയിലെ തോമര വംശങ്ങളാണ് ഡൽഹിയെ ആദ്യമായിട്ട് എന്ത് ചെയ്ത് ക്യാപിറ്റലാക്കിയ കേട്ടോ. ഡൽഹി ആദ്യമായി ക്യാപിറ്റലാക്കിയ ഇന്ത്യയിലെ വംശം എന്ന് പറയുന്നത് തോമര രജപുത്രകളാണ്. തോമര രജപുത്രകളാണ് ഡൽഹി ആദ്യമായി. ഇപ്പൊ നമുക്കറിയാം ചൗഹാന്മാരുടെ ക്യാപിറ്റലാണ് ഏത്? അജ്മീർ എന്ന് പറയുന്നത് അല്ലെ. ഈ ഇൽത്തുമിഷ് ഡൈനാസ്റ്റി കിൽ ചെയ്തൊക്കെ പറഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റാണ്. ഇവർക്ക് പിന്നെ അവർ വന്നതാണ്. ഇവരുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ്. പക്ഷെ ഇവർക്ക് മുന്നേ ക്യാപിറ്റലാക്കിയ ടീംസ് എന്ന് പറയുമ്പോൾ ആരാണത്? ഫസ്റ്റായി ആരാണ് ഡൽഹിയെ ക്യാപിറ്റലാക്കിയത്? തോമര രജപുത്രകൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇൻ 711 ദ അറബ് ജനറൽ ഹു കോൺഗേഡ് സിന്ധ് വിച്ച് ബിക്കം എ പാർട്ട് ഓഫ് ഖലീഫ് ഡൊമൈൻ. 711 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇമ്പോർട്ടൻറ്റ് വർഷമാണ്. നമ്മുടെ മിഡീവൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് അല്ലേ. അതായത് ആദ്യത്തെ മുസ്ലിം ഇൻവെൻഷൻ. ആദ്യം ആരാടാ ഇന്ത്യ അറ്റാക്ക് ചെയ്ത ആദ്യത്തെ മുസ്ലിം റൂളർ? ആരാ? നമ്മുടെ മുഹമ്മദ് ബിൻ കാസിം. കാസിമാണ് അല്ലേ. 711 വന്നത് ആരാ? മുഹമ്മദ് കാസിം. കാസിമിന്റെ എന്ത് അറ്റാക്കാ? സിന്ധ് അറ്റാക്ക്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. കാസിമിന്റെ സിന്ധ് അറ്റാക്ക് ഏത് വർഷം? 711 711 കാസിമിന്റെ എന്ത് അറ്റാക്ക്? സിന്ധ് അല്ലെ. കാസിമിന് ശേഷം രണ്ടാമതാണ് ആര്? നമ്മുടെ ഗസനി. മൂന്നാമത് ആരാണ്? ഗോറി. ഗോറിയുടെ കൂടെ വന്ന ആളാണ് നാലാമത് ആളാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. നമ്മുടെ ഓർഡർ ഇങ്ങനെയല്ലേ. ഇതിൽ ആരാ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ സുൽത്താൻ? ഫസ്റ്റ് സുൽത്താൻ നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ്. പക്ഷെ ഇവർ 3 പേരും വന്നതിന് ശേഷമാണ് ഐബക്ക് വരുന്നത്. പക്ഷെ ഐബക്കാണ് ഇന്ത്യ ഭരിച്ച ആദ്യത്തെ ആരാണ്? മുസ്ലിം റൂളർ അല്ലേ. സോ 711 വന്നത് ആരാ? മുഹമ്മദ് ബിൻ ഗാസിം. അതുപോലെ ഗസനി എത്ര തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്? ഒരു ചോദ്യമല്ലേ. ഹൗ മെനി ടൈംസ് മുഹമ്മദ് ഗസനി ഇൻവേഡ് ഇന്ത്യ? എത്ര വട്ടം? 17 തവണ അല്ലേ. 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്ത റൂളറാണ് ആര്? മുഹമ്മദ് ഗസനി. എത്ര വട്ടമാണ്? 17 തവണ ഇന്ത്യ ആക്രമിച്ച വ്യക്തിയാണ് ആര്? മുഹമ്മദ് ഗസനി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് മാമുലുക്ക് ഡൈനാസ്റ്റി? ഇതാ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലേ. മാമുലുക്ക് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ഏത് ഡൈനാസ്റ്റിയാണ്? സ്ലേവ് ഡൈനാസ്റ്റി അല്ലേ. നമ്മുടെ ഡൽഹി ഭരിക്കുന്ന ഫസ്റ്റ് വംശം, ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, സ്ലേവ് ഓർ മാമുലുക്ക് ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? ആരാ മാമുലുക്ക് വംശത്തിന്റെ സ്ഥാപകൻ? ഫസ്റ്റ് സുൽത്താൻ ആര്? കുത്തുബുദ്ദീൻ ഐബക്ക് അല്ലെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലേ. കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ. ആരും ചോദിച്ചാൽ ആരാ? കുത്തുബുദ്ദീൻ
ഐബക്ക് ആണ് അല്ലേ. അത് കഴിഞ്ഞ് ഐബക്കിന് ശേഷം വന്ന രണ്ടാമത്തെ ഏറ്റവും ഫേമസ് ആണ് ആര്? ഇൽത്തുമിഷ്. അത് കഴിഞ്ഞ് വന്നതാണ് നമ്മുടെ റസിയ സുൽത്താൻ, ദ ഒൺലി വുമൺ റൂളർ അല്ലെ. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരി. റസിയുടെ പീരീഡ് എങ്ങനെയാണെന്ന് അറിയോ? റസിയ സുൽത്താന്റെ ടൈം പീരീഡ് 1236 മുതൽ 1240. ഈ ക്വസ്റ്റ്യൻ ഇനിയും വരും കേട്ടോ, ഒരുപാട് തവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. റസിയ സുൽത്താൻ ടൈം പീരീഡ് എങ്ങനെയാണ്? 1236 മുതൽ 1240 വരെയാണ് ആരുടെ ടൈം പീരീഡ്? റസിയ സുൽത്താനുടെ ടൈം പീരീഡ് വരുന്നത്. റസിയക്ക് ശേഷം വന്നതാണ് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും ശക്തനായ റൂളർ ആര്? ബാൽബൻ അല്ലെ. സ്ലേവിലെ ഏറ്റവും ശക്തനായ റൂളറാണ് ആര്? ബാൽബൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ആരാ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരാ? കുത്തുബുദ്ദീൻ ഐബക്കാണ് സ്ഥാപകൻ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 28ാമത്തെ ചോദ്യം. In the Battle of Swally, the British fought against who? ബ്രിട്ടീഷുകാരും ആരും തമ്മിൽ നടന്ന യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് സ്വാലി. അപ്പൊ സ്വാലി വർഷം വരുന്നത് 1612 1612 സൂരറ്റിൽ വെച്ച് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് സ്വാലി അഥവാ സുവാലി യുദ്ധം കേട്ടാ. 1612 വർഷം നോട്ട് ചെയ്തോ. 12 എവിടെ വെച്ച? അറ്റ് സൂരറ്റിൽ വെച്ച് ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സ്വാലി എന്നുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും തൊട്ടടുത്ത വർഷം 13 ഈ സൂരറ്റിലല്ലേ ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തത് അല്ലേ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് ഫാക്ടറി എവിടെ സ്ഥാപിച്ചു നമുക്കറിയാം? സൂരറ്റിലെ ഫസ്റ്റ് ഫാക്ടറി ഏത് വർഷം? 613. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 12 ആ സൂരറ്റിൽ വെച്ച് ബ്രിട്ടീഷും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ഇത് ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറയുന്ന യുദ്ധം. ദ ബാറ്റിൽ ഓഫ് സ്വാലി ഏത് വർഷം? 1613 ഫാക്ടറി ഇടുന്നത്, 12 യുദ്ധം നടന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി റിപ്ലിക്ക ഓഫ് താജ്മഹൽ? നമ്മളിതാ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് കണ്ട താജ്മഹൽ പോലെ തോന്നും അല്ലേ, പക്ഷെ ഇത് താജ്മഹൽ അല്ല. താജ്മഹലിനെ പോലെ കെട്ടിയ മറ്റൊരു സ്മാരകം. അത് നമ്മൾ പറയും റിപ്ലിക്ക ഓഫ് താജ്മഹൽ. താജ്മഹലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് 1679 നിർമ്മിച്ച ഒരു സ്മാരകമാണ്. ഇത് നമ്മുടെ മുഗൾ എംപററായ ഔറംഗസീബിന്റെ ഭാര്യയുടെ ശവകുടീരമാണ് കേട്ടാ. ഔറംഗസീബ് നമ്മുടെ മുഗൾ എംപറർ, അദ്ദേഹമായ ഔറംഗസീബിന്റെ ഭാര്യയുടെ ശവകുടീരമാണിത്. ഈ ഒരു ബിൽഡിംഗ് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഇത് വരുന്നത്. ഔറംഗാബാദിന് ഇപ്പോൾ ഒരു പുതിയ പേരുണ്ട്. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംബാജി നഗർ എന്ന് പറയും കേട്ടോ. ഔറംഗാബാദിന്റെ പുതിയ പേരാ ഛത്രപതി സാംബാജി നഗർ, മഹാരാഷ്ട്രയിലാണ്. അവിടെയാണ് ഈ ഒരു സ്മാരകം ഇരിക്കുന്നത്. അപ്പൊ ഈ സ്മാരകത്തിന്റെ പേരാണ് ബീബി കാ മക്ബറ എന്ന് പറയും. അതാണ് ബീബി കാ മക്ബറ. നമ്മുടെ ഔറംഗസീബിന്റെ ഭാര്യയുടെ ശവകുടീരം ആണ് ഈ ഒരു ബിൽഡിംഗ്. ഇത് നമ്മൾ റിപ്ലിക്ക ഓഫ് അല്ലെങ്കിൽ താജ്മഹലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെർഷനായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ഈ ബീബി കാ മക്ബറ കാണുന്നത്. എവിടെയാ? മഹാരാഷ്ട്രയിൽ. എവിടെയാ? ഔറംഗാബാദ് അഥവാ ഇന്നത്തെ ഛത്രപതി സാംബാജി നഗറിലാണ് ഈ ഒരു സ്മാരകം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഏത് ബിൽഡിംഗ്? ബീബി കാ മക്ബറ എന്ന് പറയുന്ന സ്മാരകം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യം, നമ്മൾ ഈ സീരീസിലെ അവസാനത്തെ ചോദ്യം. നമ്മൾ ഈ സീരീസിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ സീരീസിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ലോർഡ് കഴ്സൺ ഓർഡർ ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ബംഗാൾ പാർട്ടീഷൻ അല്ലേ, ബംഗാൾ വിഭജനം ഏത് വർഷം? സോ ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കിയ വൈസ്രോയ് ചോദിച്ചാൽ അത് വേറൊരു ക്വസ്റ്റ്യനാണ്. ആരും ചോദിച്ചാൽ ആരാ? ലോർഡ് കഴ്സൺ പ്രഭു ആണ് എന്ത് നടപ്പിലാക്കിയത്? ബംഗാൾ പാർട്ടീഷൻ. അത് ഏത് വർഷം? ഏത് വർഷോടാ? 1905 അല്ലേ. 1905 ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കിയത്. ആരാ നടപ്പിലാക്കിയത്? ലോർഡ് കഴ്സൺ പ്രഭു. ലോർഡ് കഴ്സൺ, വൈസ്രോയ് ആയ കഴ്സൺ ആണ് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത്. വർഷം 1905. ഇനി ഇത് ക്വസ്റ്റ്യൻ പിൻവലിച്ചെന്ന് അറിയാൻ ചോദ്യമെങ്കിൽ ഉത്തരവ് തന്നെ പിൻവലിച്ചത്. ഇൻ വിച്ച് ഇയർ ബംഗാൾ പാർട്ടീഷൻ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചത് ഏത് വർഷമാണ്? 1911 അല്ലേ.
6 വർഷത്തിന് ശേഷം 1911 പിൻവലിച്ചത്. പിൻവലിച്ച വൈസ്രോയി ആരും ചോദിച്ചാൽ ആരാ? കൊണ്ടുവന്നത് കട്സന. പിൻവലിച്ച ആരടാ? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് അല്ലേ? ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമനാണ് എന്ത് പിൻവലിച്ചത്? ബംഗാൾ വിഭജനം പിൻവലിച്ചത്. കൊണ്ടുവന്നത് കട്സൺ, പിൻവലിച്ചത് ആരാ? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് എന്ത് പിൻവലിച്ചത്? നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ എന്ത് ചെയ്തത്? പിൻവലിച്ചത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സീരീസിൽ എത്ര ക്വസ്റ്റ്യനാ? 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ? അപ്പൊ നമ്മുടെ 1000 സീരീസ് NTPCയുടെ ഭാഗമായിട്ടുള്ള 1000 സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്ന നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ്. അതിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇപ്പം എന്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായി നോക്കി ഇതിൽ നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു വരിക. നമുക്ക് ഇനി വരുന്ന സീരീസിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? റിപ്പീറ്റഡ് വരും. എന്ന് പറഞ്ഞാൽ പല ടൈപ്പിൽ അവർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അടുത്ത സീരീസ് ക്വസ്റ്റ്യൻസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.